സോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലമായി ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ, ബട്ട് എനിക്ക് കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല ഗൈസ്. കണ്ടന്റ് ക്ഷമമാണ്. എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണ്ടേ. സോ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ലോങ് വീഡിയോ ഒന്നും ഇടാത്ത യൂട്യൂബിൽ. ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ കാണാം. ഇനിയിപ്പോൾ ഓണല്ലേ, അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടന്റ് കാണാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ ലോങ് വീഡിയോ കിട്ടില്ല വെച്ചാൽ കുറച്ച് മോശമല്ലേ. നമുക്ക് കുറച്ച് പൂവൊക്കെ പോയി പൊട്ടിച്ചാലോ. ഞാൻ കുറേ കാലമായി ഈ ഒരു പാടത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. പണ്ടൊക്കെ സ്കൂളിലേക്ക് പോണൊരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ വരണേ. ഇത്ര വേഗാല കാലങ്ങൾ പോണേ. പണ്ട് ഇത് കൂടെയൊക്കെ ഞാൻ ഓടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നടക്കാൻ തന്നെ പേടിയാവുന്നു. പണ്ട് നമ്മൾ എന്താ പറയുക, എത്തേണ്ട സമയമായാൽ മാത്രമേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. ഇപ്പോൾ 9 മണിക്ക് ക്ലാസ് വെച്ചാൽ 8:55 വീട്ടിൽ നിന്ന് ഇറങ്ങും. ഞാൻ പിന്നെ പണ്ടും ഒറ്റയ്ക്കായിരുന്നു പോയിരുന്നത്. എനിക്ക് നാട്ടിലങ്ങനെ ഞാൻ ഫ്രണ്ട്സിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സോ പണ്ടൊക്കെ ഭയങ്കര ഫീലായിരുന്നു. ഓണത്തിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ പൂവൊക്കെ പൊട്ടിക്കാൻ പോവുക, അങ്ങനത്തെ ഒരു ഫീല്. ബട്ട് ഇപ്പോൾ ഇതിനൊന്നും വലിയ ഫീലില്ല. ബട്ട് എന്നാലും ഞാനിപ്പോൾ 2 കൊല്ലമായിട്ട് അങ്ങനെ വീട്ടിൽ പൂവൊന്നും അങ്ങനെ ഇടാറുണ്ട്. ബട്ട് അങ്ങനെ മേടിച്ചു കൊടുന്ന പൂവൊക്കെ ഇടാറുള്ളൂ. പണ്ടത്തെ പോലെ ഇപ്പം അങ്ങനെ നാട്ടിൽ പൂവൊന്നും കിട്ടില്ലല്ലോ. സോ മെയിനായിട്ട് നമുക്ക് തുമ്പയൊക്കെ അറിയില്ലേ നിങ്ങൾക്ക്, അതൊക്കെയല്ലേ വേണ്ടത്. പിന്നെ ഇത് കൂടെയൊക്കെ ഞാൻ കുറേ കാലമായി നടന്നിട്ട്. സോ അതുകൊണ്ട് എനിക്ക് നല്ല മടി കൊണ്ടും ഇന്ന് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാറില്ല നോർമലി. സോ അതുകൊണ്ടൊക്കെ ആണ് ഞാൻ വീഡിയോ ഇടാത്ത ഗൈസ്. നിങ്ങൾക്ക് ലാഗ് അടിപ്പിക്കുന്നുണ്ടെങ്കിൽ സോറി. നമുക്ക് പൂ പിടിച്ചാലോ. ഈ പൂവൊക്കെ നിങ്ങൾക്ക് അറിയോ ഗൈസ്? സോ ഗൈസ്, നമ്മൾ ശശിയായി ഗൈസ്. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് കുറേ തുമ്പ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് ഓൾമോസ്റ്റ് 2-3 ഇയറായി. അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഗൈസ്. ഇപ്പം ഞാൻ തുമ്പയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? മെയിനായിട്ടുള്ളൊരു ഐറ്റമായിരുന്നു തുമ്പ. വേറെ എവിടെയെങ്കിലും ഒപ്പിക്കാമല്ലേ? കുറച്ച് നേരം നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോവാം. അപ്പോഴേക്കും മഴ വന്നു ഗൈസ്. എൻ്റെ ഇടയിൽ വല്ല പാമ്പുണ്ടെങ്കിൽ ഗൈസ് ഞാൻ പെട്ടു. നല്ല രസമുണ്ടല്ലേ ഗൈസ് കാണുമ്പോൾ? നല്ല അടിപൊളി ക്ലൈമറ്റ്. ഇപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് വെള്ളത്തിലാവും ഗൈസ്. ഇടിയൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോൾ മെയിനായിട്ട് ഇടിയാണ്. ഇടി വെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും മരിക്കും. സോ പണ്ടൊക്കെ കുറേ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ പൂ പറിക്കാൻ പോകും. അതൊക്കെ ഒരു നല്ല ഫീലായിരുന്നില്ലേ. ബട്ട് ഇപ്പോൾ ആരും നാട്ടിലില്ല. എല്ലാവർക്കും തിരക്ക് കാര്യങ്ങൾ. മഴ പെയ്തു ഗൈസ്. ഞാൻ ഈ പാടവും കടന്ന് എങ്ങനെ വീട്ടിലെത്തണം എന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ എത്തും. മഴ, പാടം, അഹാന്തസ്. കട്ടച്ചായ മാത്രമില്ല. കുട എടുക്കണ്ട വിചാരിച്ചാലും ഈ മഴ എന്നെക്കൊണ്ട് കുട എടുപ്പിക്കും. അല്ലെങ്കിൽ ഞാൻ നാളെ ഓണം അത്തമായിട്ട് ഞാൻ പനി പിടിച്ച് കിടക്കേണ്ട അവസ്ഥയാവും ഗൈസ്. ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലെങ്കിലും നമ്മളെന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകണമല്ലോ. സോ കുറുന്തോട്ടി ഒരു ഔഷധ ഗുണമുള്ള സാധനമായതുകൊണ്ട് ഞാൻ കുറുന്തോട്ടിയുമായിട്ടാണ് പോകുന്നത്. പിന്നെ കുറച്ച് മഞ്ഞപ്പൂവും കിട്ടി ഗൈസ്. അതാണ് ചെടിയിൽ വെച്ചിരിക്കുന്നത്. കൂടെ നനയ്ക്കാൻ വേണ്ടി മാത്രം മഴ പെയ്തു ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ല, മഴേനെ പോലും. എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങളുടെ ഓണൊക്കെ? നമ്മൾ ഉദ്ദേശിച്ച പൂവൊന്നും കിട്ടാത്തതുകൊണ്ട് നിരാശയാണ്. നമുക്ക് നടക്കാനായിട്ട് നല്ല വരമ്പ് പോലും ഇല്ല ഗൈസ്. പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പോയിരുന്ന കാലത്ത് ഇതൊക്കെ ഓടിയിട്ടായിരുന്നു പോയത്. എന്നൊക്കെ നല്ല വീതിയുള്ള വരമ്പായിരുന്നു. അപ്പം നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല ഗൈസ്. ഒന്ന് കാൽ തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ ആ വെള്ളത്തിൽ വീണ് പോവും ഗൈസ്. എന്താല്ലേ കാലത്തിൻ്റെ ഓരോരോ അവസ്ഥകളെ. ഇങ്ങനെയായിരുന്നു. ഞാൻ പകുതി എത്തി ഗൈസ്. ഇനി കുറച്ചും കൂടി.